PF അക്കൗണ്ടിൽ എങ്ങനെയാണ് ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കുക അല്ലെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള രണ്ട് വേ ആണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ UN നമ്പർ ആക്ടിവേഷൻ ആക്കിയ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡീഫോൾട്ട് പാസ്വേഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓപ്പൺ ആക്കാൻ. എനിക്ക് കിട്ടിയിരിക്കുന്ന പാസ്വേഡ് ഇതായതുകൊണ്ട് തന്നെ ഇതിലെ ചില ലെറ്റേഴ്സ് ഒന്നും കീബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കുകയാണ്. ഇൻ കേസ് നിങ്ങൾ UN നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വിൻഡോ വരും. നിങ്ങൾക്ക് അതുമായി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റാവുന്നതാണ്. ഞാൻ എന്തായാലും ഇവിടെ ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷനാണ്. പാസ്വേഡ് മറന്ന് പോയവർക്കും ഇത് ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. PF ഓഫീസ് സൈറ്റായ മെമ്പർ ഫോം എടുത്തു കഴിഞ്ഞ് താഴെ കാണുന്ന ഈ ഒരു ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 5 ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ UN നമ്പറിലെ പാസ്വേഡ് ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കാവുന്നതാണ്. ഈ വരുന്ന വിൻഡോയിൽ UN നമ്പർ അടിക്കുക, അതുപോലെ തന്നെ ക്യാപ്ചയും കൂടി അടിക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഈ ഒരു വിൻഡോയിൽ നമ്മൾ ആധാറിൽ എന്താണോ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഡാറ്റ ഉള്ളത്, അതായത് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എന്താ ഉള്ളത് അത് തന്നെ കൊടുക്കുക. പേര് കൊടുക്കുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഏത് ജെൻഡറും കൂടി കൊടുത്ത് വെരിഫൈ ചെയ്യുക. ആധാരത്തിൽ നമ്മൾ കൊടുക്കുന്നത് തെറ്റാണ്, ഇവരുടെ എറർ കാണിക്കും. ഓക്കെ, എഗൈൻ വരുന്ന വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാപ്ച അടിക്കാനാണ്, അതുപോലെ തന്നെ ആധാർ നമ്പർ അടിക്കുകയാണ്, അതുപോലെ തന്നെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം, ആൻഡ് എഗൈൻ വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, എഗൈൻ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഗെറ്റ് OTP എന്നൊരു ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോണിലോട്ട് വന്ന OTP അതുപോലെ തന്നെ ഈ ക്യാപ്ഷൻ അടിച്ച് എഗൈൻ വെരിഫൈ ചെയ്യാം. അങ്ങനെ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായി ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ പുതിയതായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 8 ലെറ്റർ ഉണ്ടായിരിക്കണം. അതിലെന്ത് ചെയ്യണം, നമ്പർ ഉണ്ടായിരിക്കണം, സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, സിമ്പിൾസും കൂടി ഉണ്ടായിരിക്കണം. എന്നാലേ ഇത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ന്യൂ പാസ്വേഡും അതേപോലെ തന്നെ കൺഫേം പാസ്വേഡ് അടിച്ചു കൊടുത്ത് എഗൈൻ സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ പാസ്വേഡ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പാസ്വേഡ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ UN നമ്പർ പാസ്വേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മെമ്പർ ഹോമിൽ നമ്മുടെ സൈറ്റിൽ കയറാവുന്നതാണ്. അത് കയറി കഴിഞ്ഞിട്ട് നമുക്ക് പാസ്ബുക്ക് കാണണമെങ്കിൽ നമ്മൾ അവൈലബിൾ ബാലൻസും കാര്യങ്ങളൊക്കെ പാസ്വേഡ് മാറ്റിയ സ്ഥിതിക്ക് കാണണമെങ്കിൽ അതൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. PF എത്ര പൈസ ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും 6 മണിക്കൂർ. അപ്പോൾ ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കാതെ വീഡിയോ ഇതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ളത് പാൻ കാർഡും ബാങ്കും നമ്മുടെ PF അക്കൗണ്ടിൽ ആഡ് ചെയ്യുക എങ്ങനെയാണ്, അതിന്റെ വീഡിയോ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. PF റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്ക്രീനിൽ കാണുന്ന എല്ലാ സർവീസും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റ ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്.